3, 2, 1. ഇന്നത്തെ ഗസ്റ്റ്. ഹായ്. സോ ദേവി അജിത്ത് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. വെൽക്കം. Welcome to Star Jam. Yeah. And I think I'm right. You're very beautiful, very bold, very sharp. അങ്ങനെ കാണും. I'm very beautiful. Yeah, for me I'm beautiful. Like എനിക്ക് തോന്നുന്നത് ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന്. പക്ഷേ ഷാനിനെ പോലെ ഒരു വ്യക്തി പറയുമ്പോൾ ഓഫ് കോഴ്സ് ഐ വിൽ ബി ബ്യൂട്ടിഫുൾ. പിന്നെ ബോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ബോൾഡ് ആണ്. മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വെയറിങ് മൈ ഡ്രസ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ബോൾഡാണ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവും സെന്റിമെന്റലും ആണോ? പിന്നെ കാരണം ദേവി അജിത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ട്രിവാൻഡ്രം ലോഡ്ജിലും അല്ലെങ്കിൽ ഇമാനുവലിലെ ക്യാരക്ടറൊക്കെ ആയിട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പണ്ട് ഇവരുടെ ക്യാരക്ടറായിട്ട് കാണുന്ന സമയത്ത് ആ ഒരു പോർട്രേ ചെയ്തിട്ടുള്ള ഒരു മുഖമുണ്ട്. ദാറ്റ് യു വെരി ഷാർപ്പ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പച്ചക്ക് മുഖത്ത് നോക്കി പറയാം, തെറിയാണെങ്കിൽ പോലും. ആർ യു ലൈക്ക് ദാറ്റ്? ഐ എം വെരി ഷാർപ്പ്. ഐ എം ഷാർപ്പ് ഇൻ ദ സെൻസ് ലൈക്ക് എൻ്റെ മുഖത്ത് നോക്കി എന്നെ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേ ആർ അഫ്രേഡ് ഓഫ് മീ. ഐ തിങ്ക് മേ ബി അപ്പിയറൻസ് വൈസ് എന്നെ കാണുമ്പോൾ അയ്യോ ഇവളടുത്ത് പോയി ചോദിച്ചാൽ പ്രശ്നമാവോ അങ്ങനെ ഒരു സംഭവമില്ലേ ഇപ്പോൾ. അതേ ഉള്ളൂ. അല്ലാണ്ട് ഐ എം വെരി ഓപ്പൺ. എന്തും എൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. ട്രിവാൻഡ്രം ലോഡ്ജിൽ സെറീന എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ദേവി അജിത്ത് ഒരു ഉഗ്രൻ ഡയലോഗ് പറയുന്നുണ്ട് ടു ദ ക്യാമറ. എന്തായിരുന്നു ആ ഡയലോഗ്? ഏതാണ്? രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും രണ്ടും കരിമ്പിൻകാട്ടിലേക്കാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, അതിനുശേഷം ഇതിന്റെ പേരാണ് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് യൂഷ്വലി ഞാനൊരു കഴപ്പിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് കഴപ്പെന്ന് പറഞ്ഞതെന്ന്. കഴപ്പെന്നൊക്കെ ഒരു പെണ്ണിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ അതിൽ ആ ഒരു ആദ്യത്തെ ഷോട്ടിൽ അതുണ്ട്. ദാറ്റ്സ് എ വെരി ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഴപ്പെന്ന് പറയടിയെന്ന് പറയും. ആ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുമ്പോൾ കരിമ്പിൻകാട്ടിലേക്ക് ആന വരുമ്പോൾ വരവുണ്ടടി മോളെ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല. കാരണം വെച്ചാൽ എനിക്ക് ഈ ഭാഷ അറിയില്ല. ഈ കരിമ്പിൻകാടും ആനയും അറിയില്ല എന്നല്ല, ഇത് നോർമലായിട്ട് പറയാൻ എനിക്കറിയാവുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ബെഡിൽ ഭയങ്കര സംഭവമാടി എന്ന് പറയാൻ എനിക്കറിയാവുള്ളൂ. പക്ഷെ അതല്ലാതെ ഈ വാക്കുകൾ മലയാളത്തിൽ സാഹിത്യം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് അനൂപിന്റെ ആ വാക്കുകളൊക്കെ അനൂപിന്റെയാണ്. ഇത്തരം വാക്കുകൾ യൂഷ്വലി യൂസ് ചെയ്യോ സ്ത്രീകൾ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്ക് യൂസ് ചെയ്യില്ലായിരിക്കും. അതൊരു റൈറ്ററിന്റെ ഒരു കഴിവാണ്. ഇപ്പോൾ ഒരു കരിമ്പിൻ കാടോ ആനയോ അല്ലെങ്കിൽ കഴപ്പോ എനിക്ക് തോന്നുന്നില്ല ഒരു നോർമൽ സ്ത്രീകൾ. എന്നാലും ഇതിന്റെ ഒരു വേറെ ചെറിയ വേർഷൻ ഇല്ലേ? ഇതൊക്കെ യൂസ് ചെയ്യും, പക്ഷെ ആരും പുറത്ത് കാണിക്കാത്ത വൾഗർ യൂസ് ചെയ്യും. ഷാൻ ഇതിനെക്കാട്ടി വൾഗർ യൂസ് ചെയ്യും ഫ്രണ്ട്സ് തമ്മിൽ. പക്ഷെ അത് പുറത്ത് പറയുമോ? സിനിമയ്ക്ക് അങ്ങനെ പുറത്ത് പറയേണ്ടതും പുറത്ത് പറയാൻ പാടില്ല. എനിക്ക് ഇതിനകത്ത് ഒന്നും തോന്നിയിട്ടില്ല. ഈ സിനിമ കാണാത്ത ആരുണ്ട്? ഈ സിനിമ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലിയെ കൊണ്ടുപോയിട്ടില്ലാത്ത ഇത് വിവാദമാക്കാന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ നോർമൽ ടോക്ക്. സത്യമാണ്. CD എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതിന്റെ. ദേവി അജിത്ത് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ഡയലോഗ് ഡെലിവറി ഐ തിങ്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ഇസ് ദാറ്റ് ട്രൂ? ഐ ഡോണ്ട് നോ. പ്രോബബിളി നമ്മൾ എല്ലാ സിനിമയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പ്രോബബിളി ഇത് ഹിറ്റായി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ദേവി അജിത്തിന് എത്ര തവണ ഇതുപോലത്തെ സീനുകളുമായിട്ട് ആൾക്കാർ വന്നു? തെറി പറയുമെന്ന് ചോദിച്ചിട്ടല്ല, നെഗറ്റീവ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ദേവി അജിത്തിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. യു സ്റ്റാർട്ടഡ് വിത്ത് ഇവർ മലയാള സിനിമയിൽ. അതിനു മുമ്പ് TV 10-12 ഇയേഴ്സിൻ്റെ റിച്ച് എക്സ്പീരിയൻസ്. യു ആർ ആൻ ആങ്കർ, യു ആർ എ ഡാൻസർ, ഭരതനാട്യം ഡാൻസറാണ്. ആൻഡ് യു ആർ ഒരു ബ്രാൻഡ് സ്വന്തമായിട്ട് മലയാളം ടെലിവിഷനിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിത്വം. ഇതൊന്നും അല്ലാണ്ട് ലോ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ബട്ട് ഹൂ ആർ യു? മീ എവിടേക്കോ എത്തണം എന്ന് വിചാരിച്ച് മീഡിയയിലേക്ക് വരികയും അത് എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഇപ്പോഴും ഞാൻ ശരിക്കും വിചാരിച്ചത് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ വരുന്ന സമയത്ത് ഇത്രയും ഞങ്ങൾ കുറച്ച് പേരായിരുന്നു അത് ഭരിച്ചിരുന്നതെന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന അങ്ങനത്തെ അതൊക്കെ പണ്ട് തുടക്കത്തിൽ അതൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ അപ്പോഴും സുന്ദരിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. That you will reach somewhere. Yeah, I wanted to reach somewhere.
അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്, അഭിനയിക്കുന്നത് ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ്. അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഷാൻ. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത ബാക്കിയുള്ളൊരു മോശമൊന്നുമല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യാൻ കിട്ടിയതെല്ലാം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആയിരുന്നു എനിക്ക്. ബിക്കോസ് ശ്യാമപ്രസാദ് എന്നൊരു ഇത്രയും മഹത്തായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്യുന്നത്, മഴൽ നഗരം. അപ്പം അത് ശ്യാമിൻ്റെ എന്താണ് ഈ ക്ലാസ്സിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ശ്യാം പറയും പോലെ ഒരിക്കലും അഭിനയിക്കരുത് ദേവി, നാച്ചുറൽ ആവും. ഐ മീൻ ഏത് ക്യാരക്ടറിനും അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അഭിനയിക്കാതെ. അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ശ്യാമിൻ്റെ സീരിയൽ ചെയ്തു, ഷാജി എം സാറിൻ്റെ സീരിയൽ ചെയ്തു. ഞാൻ പിന്നെ ഈ 100 എപ്പിസോഡിന് മേലുള്ള സീരിയലൊന്നും ചെയ്തിട്ടില്ല, 2 സീരിയലേ ചെയ്തിട്ടുള്ളൂ. ദെൻ ഐ ഹവ് ഡൺ ടെലിഫിലിംസ്, അതും നല്ല വലിയ വലിയ ആൾക്കാരോട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആയിട്ടും വൈ ഐ ഡെൻറ്റ് റീച്ച് സംവെയർ എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഇവർ എന്ന സംഭവത്തിന് മുമ്പ് ഞാൻ ചെയ്തതാണ് സീതാ കല്യാണം. അപ്പം ഇപ്പം രാജീവ് കുമാർ സാറ് എന്നെ വിളിക്കുമ്പോൾ സാറിനും ചിലപ്പോൾ എന്നെ ട്രിവാൻഡ്രത്ത് കാണുന്ന സാറാണ്, എപ്പോഴും ജീൻസും ഇത് ഇട്ടിട്ട്. അപ്പം രാജീവ് കുമാർ സാർ പക്ഷേ എന്നെ ജീൻസ് ഇട്ടിട്ട് ബോൾഡായിട്ട് അഭിനയിക്കാനല്ല വിളിച്ചത്. വളരെ സീതാ കല്യാണം എല്ലാവരും കണ്ടിട്ടല്ല പിന്നെയാണ് ഇറങ്ങിയത്. അപ്പം അതിലെന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്രാഹ്മൺ സ്ത്രീയാണ്, ഫുൾ കരച്ചിലും സിദ്ദിഖിൻ്റെ വൈഫായിട്ടാണ്. വളരെ അടി വാങ്ങിക്കുക, കരയുക, വളരെ പാവം ഒരു ക്യാരക്ടറാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊരു പക്ഷേ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ മമ്മൂക്കയുടെയോ മോഹൻലാലിൻ്റെയോ ജയറാമിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ നായികയായനെ. ബിക്കോസ് ഐ ലവ് ദറ്റ് ക്യാരക്ടർ എ ലോട്ട്. ഈ 2 നല്ല സിനിമകൾ ചെയ്തിട്ടും ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഉത്തര, സനൽ കളത്തിൻ്റെ ഉത്തര എന്നൊരു സാധനം ചെയ്തു. അതിൽ ഞാൻ ചെയ്തിട്ടുള്ള ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിനകത്തൊരു സീൻ എനിക്ക് ഇപ്പോഴും ട്രിവാൻഡ്രം ലോഡ്ജിനെക്കാട്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു സീൻ അതിനകത്തുണ്ട്. ഒരു തമിഴത്തിയായിട്ട് ലാലിൻ്റെ കൂടെ പെയറായിട്ട് ചെയ്തതാണ്. ഐ തിങ്ക് നിങ്ങൾ 2 വൈഫല്ല, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വെപ്പാട്ടികൾ തന്നെയാണ്, വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം നമുക്ക്. പക്ഷെ ആ ഒരു നിഷ്കളങ്കമായ 2 വ്യക്തികളാണ് അതിനകത്ത്. ഞാനും താരാകലും തമ്മിൽ അടിയുണ്ട് അതിനകത്ത്. ഐ ലവ് ദാറ്റ്. അപ്പോൾ ഇതൊക്കെ മേ ബി ഓരോ ഡയറക്ടേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. മീൻസ് അതിനൊരു ചാൻസ് ഉണ്ടാവില്ല. മേ ബി അങ്ങനെയൊക്കെ അത് അപ്പോൾ നല്ലതായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ ക്യാരക്ടറും സൂട്ടാവും എന്ന് മനസ്സിലാക്കിയത്. ഞാൻ റൈറ്റ് നൗ ദേവി അജിത്തിന് ഒരു പ്രോപ്പർട്ടി കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, ഇത് കാണുമ്പോൾ എന്ത് ഓർമ്മയാണ് വരുന്നതെന്ന് പറയണം. ക്ലോസ് യുവർ ഐസ്. ഈ പ്രോപ്പർട്ടിയുമായിട്ട് ദേവി അജിത്തിന്റെ ലൈഫിൽ പല കണക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. ഐ വുഡ് സേ ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഐ ക്യാൻ എവർ ഫൈൻഡ് ഫോർ യു. സോ ഐ എം ഗിവിംഗ് യു ദിസ്. I can guess. What is it? എൻ്റെ ജീവിതമായിട്ട് ബന്ധമുള്ളതാണോ? സിനിമ കാരിയറിൽ മമ്മൂട്ടിയുടെ ഒരു സീനുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, സിനിമയുടെ കാരിയറുമായിട്ട് ബന്ധമുണ്ട്. Yes, it's a car. യേശ. Yes, and it's a red car. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഞാനിപ്പോൾ കരയും. ഉള്ളിൽ വിഷമമുണ്ട്. ദ കാർ എന്ന ഫസ്റ്റ് അജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത മൂവി. ഇത് തിയേറ്ററിൽ കാണാൻ പോലും പറ്റാതെയാണ് അജി ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരുടെ ലൈഫാണുള്ളത്. ഡിസ്ട്രിബ്യൂട്ടർ ആൽവിൻ ആൻ്റണി മുതൽ എൻ്റെ ഫാമിലി, അജിത്തിൻ്റെ ഫാമിലി, എൻ്റെ കൈക്കുഞ്ഞായിരുന്ന എൻ്റെ മകൾ, എല്ലാം ഇതിനകത്തുണ്ട്. സോ അതൊരു എന്താ പറയണേ, ദാറ്റ്സ് ഓൾസോ ഫേറ്റ്. ഐ തിങ്ക് അജി മരിച്ചിട്ട് പിന്നെ ആൾക്കാർക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ലൈക്ക് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചെന്തിനാണ് വന്നതെന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ച ആ ഏജിലൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ചെയ്യുന്നു? പക്ഷേ അതിന് വ്യക്തമായ മറുപടി, എനിക്കതില്ലെങ്കിൽ ഞാൻ മെൻ്റൽ പേഷ്യൻ്റ് ആകുമായിരുന്നു. സോ ടു റിക്കവർ, ലൈക്ക് നോട്ട് ടു ഗോ ടു ദാറ്റ് സ്റ്റേജ്, എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറും എൻ്റെ ബ്രദറും ബാക്കി ആരെയും ഞാൻ പറയുന്നില്ല, ഞാൻ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്രയും പേരുടെ ഒരു തീരുമാനമായിരുന്നു ഞാൻ തിരിച്ചു വരണം എന്നുള്ളത്. അത് തിരിച്ച് വന്നേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചിരിച്ച് വീണ്ടും ഞാൻ കമ്പയറിങ് ചെയ്യാൻ വന്നത്. അത് വേണമെങ്കിൽ എൻ്റെ ഒരു ബോൾഡ്നെസ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് എ നെസസിറ്റി ആക്ച്വലി. കൂടുതൽ ഇത് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇനി സങ്കടത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഐ വുഡ് നോട്ട് പ്രിഫർ ദാറ്റ്. എന്തായാലും ദേവി അജിത്തിനെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാപ്പി കുടിക്കുന്ന സമയം കൊണ്ട് ഐ ഗിവ് യു 6 cards. 3 കാർഡിന് ആൻസർ പറയണം. ഓക്കെ, നല്ലതായിരിക്കണേ.
ലെസ്ബിയൻ റോൾ കിട്ടിയാൽ ലെസ്ബിയൻ റോൾ കിട്ടിയാൽ ഫാന്റാസ്റ്റിക്. ഫാന്റാസ്റ്റിക്. വൗ. Give me a lesbian role. I'm ready to do it. ആണോ? Yes. You're ready to do it. Yeah. If it is a, I should say, one thing I should say, like, ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡെപ്ത് ഉണ്ടായിരിക്കണം. ചുമ്മാ ലെസ്ബിയൻ പോയി ചെയ്യാൻ ഞാനില്ല. കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ചെയ്താൽ ഓഫ് കോഴ്സ് ഐ എം റെഡി. Here we go. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചുംബിച്ചത്. ഭഗവാനെ. I don't know. സിനിമയിൽ ചുംബിച്ചത് പറഞ്ഞാൽ അത് പറ്റില്ല. ഹലോ, സിനിമയിൽ ചുംബിച്ചതേ, അത് ചുംബിക്കുന്ന സമയത്ത് ഡയറക്ടർ സൈഡിൽ പൂവിനെ കാണിക്കുന്നതല്ലേ? രണ്ട് പ്രാവുകൾ തമ്മിൽ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എന്ത് കുക്കുരുമ്പുന്നു, ഇപ്പൊ ശരിക്കും ചുംബിക്കുക തന്നെയാ. സിനിമയിൽ ശരിക്കും ചുംബിച്ചിട്ടുണ്ടോ? ഞാൻ കാഞ്ചിയിൽ ചുംബിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി. ചുംബിച്ചു, പക്ഷെ ഔട്ട് ഓഫ് ഫോക്കസ്. നിങ്ങൾ കാണണ്ട അല്ലേ? അത് മുരളി ഗോപിന്റെ ഉള്ള ഒരു ബെഡ് സീൻ ഉണ്ട്, അതിൽ ചുംബിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ ക്യാരക്ടറിന് ആവശ്യമുള്ള സാധനമായിരുന്നു. ഒരു വൃത്തികെട്ട ഒരു സ്മൂച്ച് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചുംബിച്ചു. ബട്ട് യു തിങ്ക് ഇപ്പോ ആക്ടേഴ്സ് എല്ലാം കുറച്ചുകൂടി അത് ചുംബനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ നമ്മുടെ ഏതാണ് ഇമ്രാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആരും അയാളെ വെറുക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും അസൂയാണ് അയാളെ പോലെ ചുംബിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ചുംബനം ഇപ്പൊ എത്രയോ സിനിമയിൽ വന്നിട്ടുണ്ടല്ലേ? അല്ല, ഐ എം ആസ്കിങ് യു, ഇപ്പോൾ ഒരു കാലത്ത് നടന്മാരുടെ ഇത്തരം ഇപ്പോൾ പിന്നെ നായകൻ നായികയെ ചുംബിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേജ് 3 വാർത്തയാവുമായിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പഴയ ഡയറക്ടേഴ്സിനും പ്രശ്നമില്ല, ഇപ്പം പുതിയ ഡയറക്ടേഴ്സിനും പ്രശ്നമില്ല, പഴയ ആൾക്കാർക്കും പ്രശ്നമില്ല, കാണികൾക്ക് ഒട്ടുമില്ല, ആക്ടേഴ്സിനും ഒരു പ്രശ്നമില്ല. ഒരു നോർമൽ ചുംബനമാണെങ്കിൽ, അതല്ലാതെ ഒരു മറ്റേ ഒരു സ്മൂച്ച് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് അഗ്രി. ദേവി അജിത്തിന്റെ ആദ്യ ചുംബന കഥ. എൻ്റെ വീട്ടിൽ അജിത്ത് വരുന്നു. അജിത്തിന്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പം അജിത്തും ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ് സംഭവം. പക്ഷേ കുറച്ച് നാണോ, എന്നെക്കാട്ടിലും നാണോ. അപ്പോൾ പുള്ളി എന്നും രാവിലെ അമ്പലത്തിൽ സ്കൂട്ടറിൽ പോകാറുണ്ട്. അപ്പം ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ലാതെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ സെർവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരി കണ്ടില്ല. ഞങ്ങൾ അകത്ത് പോയി. ആദ്യമായിട്ട് എന്നെ ചുംബിച്ചത് എൻ്റെ വീട്ടിലെ എൻ്റെ ബെഡ്റൂമിൽ വെച്ച് കല്യാണത്തിന് മുൻപ് വളരെ നല്ലൊരു ചുംബനമായിരുന്നു. തികച്ചും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് പ്രതീക്ഷിക്കാതെ അമ്പലത്തിൽ പോകുന്ന ഒരാളെ അമ്പലത്തിൽ പോകാൻ സമ്മതിക്കാതെ വിളിച്ചു വരുത്തുകയും. യുവജനങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദേവി അജിത്ത് സെറ്റ് ചെയ്തത്. ഞാൻ ആ വ്യക്തിയെ കല്യാണം കഴിച്ചു. So I think I've done justice to that. ഞാൻ ഒരുപാട് ചോദിക്കാത്ത questions ചോദിച്ചു. Yeah, you like it was I loved it. Yeah, I loved it. I think I'm in Dubai or something. Like അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ കേരളത്തിലല്ലാത്ത പോലെ ലൈക്ക് യോ VKP സാറിന്റെ യോ ഇതിനേക്കാളും വലിയൊരു ഫീൽ തരാൻ പോവാണ്. നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ പോവാണ്. കുറച്ചുകൂടി ഫയർ ബ്രാൻഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് I'll be waiting there.